നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് അഭിമാനമായി ആ ദിനം എത്തിയിരിക്കുകയാണ്. അതെ, എക്സ്പോ വേദിയിൽ വേറിട്ട കാഴ്ചകൾ ഒരുക്കാൻ കേരളം ഒരുങ്ങുന്നു. എക്സ്പോ 2020 ദുബായിലെ കേരള പവലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 4 വെള്ളിയാഴ്ച വൈകുന്നേരം 5 നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന നിയമ വ്യവസായ മന്ത്രി പി രാജീവ്, UAE ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ, കേരള ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി APA മുഹമ്മദ് ഹനീഷ്, ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരി, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പവലിയനിൽ ഫെബ്രുവരി 4 മുതൽ 10 വരെ നടക്കുന്ന കേരള വീക്കിൽ വ്യത്യസ്ത പദ്ധതികൾ, നിക്ഷേപ മാർഗങ്ങൾ, ടൂറിസം, IT, സ്റ്റാർട്ടപ്പ്, വൈദഗ്ധ്യം തുടങ്ങിയവ സംബന്ധിച്ച് അവതരണങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. രാജ്യാന്തര ബിസിനസ് സമൂഹത്തിൽ നിന്നും കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സംസ്ഥാനത്തിന്റെ സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകം തനത് പരമ്പരാഗത ശൈലിയിൽ കേരള പവലിയനിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. സുപ്രധാന മേഖലകളിലെ നിക്ഷേപത്തിനുള്ള ബിസിനസ് സാധ്യതകളും, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, സ്വിഫ്റ്റ് പോർട്ടൽ, MSME ഫെസ്റ്റിവലേഷൻ ആക്ട് തുടങ്ങിയവയിലെ സമീപകാല മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വ്യവസായ വകുപ്പ് പ്രദർശിപ്പിക്കുന്നതാണ്. പ്രവാസികളുടെ ക്ഷേമ, സാമൂഹിക ആനുകൂല്യങ്ങളും ബിസിനസ് അവസരങ്ങളും സംബന്ധിച്ച വിശദാംശങ്ങൾ നോർക്ക വകുപ്പ് നൽകും. കാരവൻ ടൂറിസം, എക്കോ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം തുടങ്ങിയ വിനോദസഞ്ചാര പദ്ധതികളെയും ടൂറിസവുമായി ബന്ധപ്പെട്ട നിക്ഷേപ, ബിസിനസ് അവസരങ്ങളെയും ടൂറിസം വകുപ്പ് അവതരിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. അതേസമയം അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞാണ് ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി ദുബായ് വിമാനത്താവളത്തിൽ എത്തിയത്. 10 ദിവസം ദുബായിൽ ഉണ്ടാകുന്നതായിരിക്കും. ഈ അവസരത്തിലാണ് കേരള പവലിയനും ഉദ്ഘാടനം ചെയ്യുക. ഭാര്യ കമല വിജയനും ഒപ്പമുണ്ട്. വിമാനത്താവളത്തിൽ കോൺസുൽ ജനറൽ അമൻപുരിയാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. 2 ദിവസം പൊതുപരിപാടികളിലൊന്നും തന്നെ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി വിശ്രമത്തിലാണ്. ഫെബ്രുവരി 4 എക്സ്പോയിലെ കേരള പരിപാടികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഇതോടുകൂടിയാണ് പരിപാടികൾ ആരംഭിക്കുക. വ്യവസായ സമൂഹവുമായി ചർച്ചകളും നടക്കുന്നതായിരിക്കും. ചികിത്സ കഴിഞ്ഞെത്തിയതിനാൽ തന്നെ കാര്യമായ പൊതുപരിപാടികൾ ഉണ്ടാവില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 7 കേരളത്തിലേക്ക് മടങ്ങാനാണ് പദ്ധതിയെങ്കിലും മുഖ്യമന്ത്രി വൈകുമെന്ന വാർത്തകളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.